بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم والذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك لهم اللعنة ولهم سوء الدار. ബഹുമാന്യരെ, പ്രിയപ്പെട്ട വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിക്കാൻ, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ കഴിവിൻപടി ജീവിതത്തിൽ പകർത്താൻ, ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം തഖ്വയുള്ളവരായി ജീവിക്കാൻ പരിശ്രമിക്കുക, നിരന്തരമായി പ്രാർത്ഥിക്കുക. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ചില ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അധികം ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തതും എന്നാൽ ഞങ്ങളെപ്പോലുള്ളവർ നേർക്ക് നേരെ അഭിമുഖീകരിക്കേണ്ടി വന്നതുമായ ഒരു വിഷയം, നമ്മുടെ പെൺകുട്ടികളിൽ നല്ല ഒരു ശതമാനം വിവാഹിതരായവർ വിവാഹ ജീവിതത്തിൽ മടുപ്പ് പ്രകടിപ്പിക്കുന്നു. കല്യാണമേ വേണ്ട എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ, അതിലുമൊക്കെ അപ്പുറത്ത് ഭർത്താവിനോട് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വിവാഹമോചനം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പോലും 2 പേരെന്നെ വിളിക്കുകയാണ്. എൻ്റെ മോൾക്ക് അവളുടെ ഭർത്താവിന് ഇഷ്ടമല്ല. ആദ്യത്തെ വിളി അതാണ്. അതുകൊണ്ട്
വിവാഹമോചനം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കി എന്താ നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ മതി. വൈകുന്നേരം മറ്റൊരാൾ വിളിച്ചത് അയൽപ്പക്കത്തെ വീട്ടില് പെൺകുട്ടി ഭർത്താവിന് വേണ്ട എന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊരു ഡൗട്ടുള്ളത്, അങ്ങനെ ഭർത്താവിനെ ഒഴിവാക്കി പോരുമ്പോൾ മഹർ തിരിച്ചു കൊടുക്കണോ വേണ്ടേ എന്നാണ്. വളരെ ലളിതമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുകയാണ്. ചുറ്റുപാടുകളിൽ സെലിബ്രിറ്റികളുടെയും മറ്റുള്ളവരുടെയും ഒക്കെ ദാമ്പത്യ ജീവിതത്തിന്റെ തകർച്ച കാണുമ്പോൾ അവരിൽ പലരും വിവാഹത്തിൽ നിന്ന് ഒഴിവാകുന്നതിനെ ഒരു 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 പുരോഗമനമായി കാണുകയും അതിനെ അങ്ങനെ തന്നെ നമ്മുടെ മീഡിയകൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നു എന്നത് നമുക്കറിയാം. ഇവരുടെ ഈ പ്രവണത അത് നമ്മുടെ വീട്ടകങ്ങളിലേക്ക് കൂടി വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു നമ്മളെ ഭയപ്പെടുത്തേണ്ടുന്ന കാര്യം. വൈകുന്നേരം വിളിച്ച ആളോട് ഞാൻ ചോദിച്ചു, അല്ല എന്തിനാണ് സത്യത്തിൽ ആ കുട്ടി വിവാഹമോചനം ആവശ്യപ്പെട്ടത്? അതിവിടെ ആരും അന്വേഷിച്ചില്ല. ഓൾക്ക് ഒത്തുപോകാൻ പറ്റൂല എന്നാണ്. അവൾക്ക് ഒത്തുപോകാൻ പറ്റൂല. എന്തുകൊണ്ട് ഒത്തുപോകാൻ പറ്റില്ല എന്ന് ചോദിച്ചപ്പോൾ മറുപടിയില്ല. രാവിലെ വിളിച്ചയാളും അത് തന്നെ. കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ ഒരു 4 or 5 ആളുകൾ അവനവന്റെ പെൺമക്കൾ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോരുകയാണ്, ഇനി എന്തു വേണമെന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർക്കൊന്നും പറയത്തക്ക കാരണങ്ങളൊന്നും എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ പറയാനുമില്ല. മോമിനികളെ ഈ വിഷയം എന്തിന്റെ കുറവാണ് എന്നത്, എവിടെയാണ് അബദ്ധം സംഭവിച്ചത് എന്നത് നമ്മൾ മാതാപിതാക്കൾ, കുടുംബനാഥന്മാർ, സമുദായ നേതാക്കന്മാർ, മതപണ്ഡിതന്മാർ ഇവരൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടാണ് ഈ പ്രശ്നത്തിന്റെ കാരണങ്ങൾ എന്നത് തീർച്ചയാണ്. വിവാഹമേ വേണ്ട എന്ന് പറയുന്ന ഒരു വിഭാഗം, എൻ്റെ ശരീരം അത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വിനിയോഗിക്കും എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം, ഒരാൾക്ക് മാത്രം കീഴൊതുങ്ങി നിൽക്കുക എന്നത് എൻ്റെ വ്യക്തിത്വത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്, അതുകൊണ്ട് എനിക്ക് വിവാഹം വേണ്ട എന്ന് പറയുന്ന മൂന്നാമതൊരു വിഭാഗം, ഇയാളുടെ കൂടെ ജീവിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് വേറൊരു വിഭാഗം. സത്യത്തിൽ നമുക്കിവിടെയാണ് പിഴച്ചത്. നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടിയിരുന്നത് കൊടുക്കാതെ പോയതല്ലേ അടിസ്ഥാനപരമായ അബദ്ധം എന്നത് നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ജമീല ബിൻത് ഉബയ്യ ബിൻ സുലൂല് എന്നാണ് അവരുടെ പേര്. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു മഹാനായ സ്വഹാബിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, അന്ന ഇംറഅത സാബിത്ത് ബിൻ ഖൈസിൻ അത്തത്തിൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ അരികിൽ അവർ വന്നു, ആ സ്ത്രീ വന്നു. ഫഖാലത്ത്, എന്നിട്ട് അവർ നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സാബിത്ത് ബിൻ ഖൈസ് മാ അഅതിബു അലൈഹി ഫീ ഖുലുഖിൻ വലാ ദീനിൻ, എന്റെ ഭർത്താവ് സാബിത്തിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ മതബോധത്തെക്കുറിച്ചോ സ്വഭാവ വിശുദ്ധിയെക്കുറിച്ചോ എനിക്ക് ഒരു എതിരഭിപ്രായമില്ല. ആ രണ്ടിലും അദ്ദേഹം പരിപൂർണനാണ്. പക്ഷെ നബിയെ, വലകിന്നി അക്റഹുൽ കുഫ്റ ഫിൽ ഇസ്ലാം, പക്ഷേ സാബിത്തിന്റെ കൂടെ ഇനി ഞാൻ ജീവിച്ചാൽ ഞാൻ ഇസ്ലാമിന് നിരക്കാത്തത് വല്ലതും ചെയ്യേണ്ടി വരും എന്നെനിക്ക് ഭയമുണ്ട്. ആ ഒരു പദം മുഅ്മിനീങ്ങൾ നന്നായിട്ട് പഠിച്ചു നോക്കണം. എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം.
സാബിത്തിന്റെ മതബോധത്തിലോ സാബിത്തിന്റെ സൽസ്വഭാവത്തിലോ എനിക്ക് യാതൊരു ആക്ഷേപമില്ല. പക്ഷെ ഇനി അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ജീവിച്ചാൽ ഞാൻ ഇസ്ലാമിന് നിരക്കാത്തത് വല്ലതും ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് ലൈംഗിക ശേഷി ഉണ്ടായിരുന്നില്ല എന്നതാണ് കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കി. ഇവിടെയാണ് നമുക്ക് പിഴവ് പറ്റുന്നത്. എന്തിനാണ് ഭർത്താവിൽ നിന്ന് പിന്നെ വിവാഹമോചനം ആവശ്യപ്പെടുന്നത് എന്ന് ചോദിക്കുന്നിടത്ത് അത് ഓൾക്ക് അങ്ങനെയാണ് വെച്ചാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുന്ന അലസത, അതിനനുസരിച്ച് കൊമ്പും തുമ്പിക്കയോ ആട്ടിയിൽ ചാടുന്ന സമുദായ നേതൃത്വം, അതിനനുസരിച്ച് ഹുക്മ പറഞ്ഞു കൊടുക്കുന്ന മത നേതൃത്വം, അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി. എന്തായിരുന്നു കാരണം എന്നത് വ്യക്തമായി ചോദിച്ചറിയുകയാണ്. അങ്ങനെ ചോദിച്ചറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ വിവാഹമോചനം ആവശ്യപ്പെടുന്നത് കാരണമുള്ളത് കൊണ്ടാണ്, അനുവദിക്കപ്പെട്ട കാരണമുള്ളത് കൊണ്ടാണ് എന്ന് ബോധ്യപ്പെടുകയും അതിനടിസ്ഥാനത്തിൽ ആ വിവാഹമോചനം അനുവദിക്കുകയും ചെയ്തു. അപ്പോൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അതറുദ്ദീന അലൈഹി ഹദീഖതഹു, സാബിത്ത് ബിൻ ഖൈസ് നിനക്ക് വിവാഹമൂല്യമായി മഹറായി തന്നിരുന്നത് ഒരു തോട്ടമാണല്ലോ, ആ തോട്ടം നിനക്ക് തിരിച്ചു കൊടുക്കാൻ സമ്മതാണോ? ഇതാണ് നമ്മുടെ ചോദ്യത്തിന്റെ മർമ്മം. എനിക്കൊരു 5 പോയിന്റ് മഹർ കിട്ടിയിട്ടുണ്ട്, അത് കൊടുക്കാൻ പറ്റൂല എന്നാ പോയി പറഞ്ഞു വരുന്നത്. അതിന് വല്ല ലൂപ്പ് ഹോളും മതമേഖല ദുസ്സാദന്മാരിൽ നിന്ന് കിട്ടുമോ നോക്കിയിട്ടായി നടക്കണത്. വിവാഹത്തെ ഭർത്താവിന്റെ കൂടെ ജീവിക്കാനിട്ട് പറ്റൂല, അയാൾ തന്നത് കൊടുക്കാനിട്ട് മനസ്സില്ല എന്നിടത്താണ് നമ്മുടെ പെൺകുട്ടികൾ ഉള്ളത്. അതിനനുകൂലമായി വിധി കിട്ടുവാൻ ആണ് നമ്മുടെ മാതാപിതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് ഞാൻ വരുന്നേ ഉള്ളൂ. അപ്പൊ അവർ പറഞ്ഞു, നാണം ശരി, ഞാനത് തിരിച്ചു കൊടുത്തേക്കാം. അതിന് നമ്മുടെ പെൺകുട്ടികൾ തയ്യാറാണോ? മാതാപിതാക്കൾ തയ്യാറാണോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബിൽ ഹദീഖ, എന്നാ പിന്നെ സാബിത്തെ നീ കൊടുത്ത മഹർ തിരിച്ചു വാങ്ങിയേക്ക്. വതലിഖുഹാ തത്ലീഖത്തൻ, അവരെ ത്വലാഖ് ചൊല്ലിക്കൊടുക്കുകയും ചെയ്തേക്ക്. ഈ വിഷയത്തിൽ വന്ന ആയത്തുകളും ഹദീസുകളും ഒക്കെ നമ്മൾ പഠിച്ചു വെക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന സംഗതി എന്താ അറിയോ? സൗബാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അബൂ ദാവൂദ് തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വചനന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ആദ്യം പഠിച്ചു വെക്കുക. എന്റെ സഹോദരിമാർ അതിനേക്കാൾ മുമ്പ് അതിനേക്കാൾ പ്രാധാന്യത്തോടെ പഠിച്ചു വെക്കുക. ഒരിക്കലും നമ്മുടെ ഭർത്താവിന്റെ വീട്ടിൽ ഭർത്താവിൽ നിന്നോ ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്നോ നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള പൂർണ്ണമായ ഒരു പെരുമാറ്റം ലഭിക്കുകയില്ല. കാരണം നമ്മുടെ സഹോദരിമാർ സ്വന്തം വ്യക്തിത്വമുള്ളവരാണ് എന്നതുപോലെ തന്നെ ഭർത്താവും ഭർത്താവിന്റെ കുടുംബവും വ്യക്തിത്വമുള്ളവരാണ്. ആ തിരിച്ചറിവ് പകർന്നു കൊടുക്കുന്നിടത്ത് നമ്മൾ മാതാപിതാക്കൾക്ക് അബദ്ധം പറ്റിയോ എന്നത് എനിക്കറിയാം. നൂഹ് ഇബ്നു മറിയം എന്ന മഹാനായ പിന്നെ അബ്ബാസി കാലത്തെ ഗ്രാൻഡ് മുഫ്തി അദ്ദേഹത്തിന്റെ മകളെ കല്യാണം കഴിച്ചു വിടുമ്പോൾ ഉമ്മ കൊടുക്കുന്ന ചില ഉപദേശങ്ങളോട്, മകളെ ഇവിടെ ഞാനും നിന്റെ ബാപ്പയുമാണുള്ളത്, നീ ഞങ്ങൾക്ക് ഒറ്റ മോളുമാണ്, അതുകൊണ്ട് ഇവിടെ നിനക്ക് ഇന്നോളം യാതൊരു വിധത്തിലും ഒന്നിനും ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല. ഇവിടെ നീ ആയിരുന്നു അവസാന വാക്ക്. അത് നീ ഇവിടെ ഉള്ളിടത്തോളം കാലം ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ മകളെ, നിന്നെ മറ്റൊരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ആ കുടുംബത്തിൽ നിനക്ക് ഇവിടെ കിട്ടിയ പരിരക്ഷണം കിട്ടിക്കൊള്ളണമെന്നില്ല, കിട്ടിക്കൂടായികയില്ല. പക്ഷെ നീ തിരിച്ചറിയേണ്ടത് അവിടെ ഞങ്ങൾ രണ്ടുപേരും ഇല്ല, ഞങ്ങൾ രണ്ടുപേരും അല്ല അവിടെയുള്ളത് എന്നത് നീ തിരിച്ചറിയണം. നിന്റെ ഭർത്താവിനെയും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെയും ശുശ്രൂഷിക്കുന്നതിലും സംരക്ഷിക്കുന്നതിലും സ്നേഹിക്കുന്നതിലും ആദരിക്കുന്നതിലുമാണ് നിന്റെ പരലോക വിജയമുള്ളത് എന്ന് നീ തിരിച്ചറിയണം. ഇങ്ങനെ ഒരു ഉപദേശം കൊടുക്കാൻ കഴിയുന്ന ആരുണ്ട് നമ്മുടെ നാട്ടിൽ മാതാപിതാക്കളായിട്ട് എന്നതാണ് ചോദ്യം.
ആ ഉപദേശം സ്വീകരിച്ച ആ പെൺകുട്ടിക്ക് പിറന്നതാരാണെന്നറിയുമോ? ആ ഉപദേശം സ്വീകരിച്ച് അത് മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ച് തന്റെ വ്യക്തിത്വത്തിൽ വേണ്ടിടത്തൊക്കെ മാറ്റങ്ങൾ വരുത്തി ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്നതിനിടയിൽ അവർക്കൊരു മോൻ പറഞ്ഞു. ആ മോനായിരുന്നു പിന്നീട് താബിഈകളിലെ അഗ്രേസരനായ മുഫസ്സിറും മുഫഖിഹും മുഹദ്ദിസും ചരിത്രകാരനും എല്ലാമായി നമ്മൾ ഇപ്പോഴും കേട്ടാൽ പേര് കേൾക്കുമ്പോൾ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയുന്ന ഇമാം അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹ്മഹുല്ലാഹ്. എന്താണ് കാരണമെന്ന് സൗബാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പറയുക, റിപ്പോർട്ട് ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം, അയ്യുമംറഅത്തിൻ സഅലത്ത് സൗജഹാ ത്വലാഖൻ ഫീ ഗൈരി മാ ബഅസിൻ. ന്യായീകരിക്കാൻ കഴിയുന്ന ആവശ്യങ്ങളുടെ പേരിലല്ലാതെ, ന്യായീകരിക്കത്തക്കതായ ആവശ്യങ്ങളുടെ പേരിലല്ലാതെ ഏതെങ്കിലും ഒരു സ്ത്രീ ഭർത്താവിൽ നിന്ന് ത്വലാഖ് ആവശ്യപ്പെട്ടാൽ പഠിച്ചു വെക്കേണ്ടത് ആരാണ്? നമ്മളാണ്, മാതാപിതാക്കൾ. ഈ വർത്താനം ഇവിടെ പറയാൻ പാടില്ല എന്ന് പറയാൻ കഴിയണം. പക്ഷെ നമ്മൾ പറയുന്നത് പെണ്ണെന്തേലും ചെയ്താലോ എന്നാ, ചെയ്തായിട്ട് പോകും. അല്ലാതെ എന്താണ്? അത് ജനിച്ചപ്പോ അതിന്റെ ആയുസ്സും കൂട്ടി വെച്ചിട്ടുണ്ടാവും, ഉറപ്പല്ലേ? ഈ ഹദീസ് പഠിപ്പിക്കണം. അയ്യുമംറഅത്തിൻ സഅലത്ത് സൗജഹാ ത്വലാഖൻ ഫീ ഗൈരി മാ ബഅസിൻ. ന്യായമായ കാരണങ്ങളില്ലാതെ ത്വലാഖ് ആവശ്യപ്പെട്ടാൽ ഫഹറാമുൻ അലൈഹാ റായിഹത്തുൽ ജന്ന. റവാഹു അബൂ ദാവൂദ് തിർമിദി. അവൾക്ക് സ്വർഗത്തിന്റെ വാസന പോലും ഹറാമായിരിക്കുമെന്ന്. അപ്പൊ എന്തെല്ലാമാണ് ന്യായമായ ആവശ്യങ്ങൾ? ഇഹാനത്തു സൗജിലി സൗജത്തിഹി ബിൽ ളർബി വൽ അഅനി വസ്സുബ്ബ. നിരന്തരം മർദ്ദിക്കുകയും ആക്ഷേപിക്കുകയും ചീത്ത പറയുകയും ചെയ്യുന്ന ഭർത്താവാണെങ്കിൽ ത്വലാഖ് ആവശ്യപ്പെടാം. ഇത് ഹബസ സൗജു മുദ്ദത്തൻ തവീലത്തൻ. 6 മാസത്തിലധികം ഭർത്താവ് ഭാര്യയെ പുറത്തിറങ്ങാൻ പറ്റാതെ തടവിലിട്ടു എങ്കിൽ ത്വലാഖ് ആവശ്യപ്പെടാം. അൽ ഉഖ്മു അദമുൽ ഖുദ്റത്തി അലൽ വത്ഇ. ഭർത്താവിന് ലൈംഗിക ശേഷി ഇല്ല എങ്കിൽ ത്വലാഖ് ആവശ്യപ്പെടാം. മറദുൻ ഖതീറുൻ മുനഫറൻ. അടുക്കാൻ കഴിയാത്ത പകർച്ചവ്യാധി ഉള്ളവനാണ് ഭർത്താവ് എങ്കിൽ ത്വലാഖ് ആവശ്യപ്പെടാം. ഫുസൂഖു സൗജി ഫുജൂറുഹു ബിഫഅലിൽ കബായിർ. വൻ പാപങ്ങളിൽ മുഴുകി ജീവിക്കുന്നയാളാണ് ഭർത്താവെങ്കിൽ ത്വലാഖ് ആവശ്യപ്പെടാം. മൻഉ സൗജത്തി മുത്ലഖൻ മിൻ റുഅയത്തി അഹ്ലിഹാ ഖുസൂസൻ വാലിദൈഹാ. കുടുംബങ്ങളെ കാണാൻ സമ്മതിക്കൂല, പ്രത്യേകിച്ച് മാതാപിതാക്കളെ കാണാൻ സമ്മതിക്കാതെ പിടിച്ചു വെക്കുകയാണ് ഭർത്താവ് എങ്കിൽ ത്വലാഖ് ആവശ്യപ്പെടാം. ഈ കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ ത്വലാഖ് ആവശ്യപ്പെടുന്നത് എങ്കിൽ നമ്മൾ അറിയേണ്ടത് ഫഹറാമുൻ അലൈഹാ റായിഹത്തുൽ ജന്ന. സ്വർഗത്തിന്റെ വാസന പോലും നമ്മുടെ അത്തരം മക്കൾക്ക് ലഭിക്കുകയില്ല. അതിനു കൂട്ടുനിൽക്കുന്ന നമ്മൾ മാതാപിതാക്കൾക്ക്, അതിനെ അനുകൂലിക്കാൻ തയ്യാറാകുന്ന നമ്മൾ പള്ളി കമ്മിറ്റിക്കാർക്കും സമുദായ പ്രമാണിമാർക്ക് പരലോകം അല്ലാഹു എന്ത് ചെയ്യുമെന്നത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. എന്താണ് ഖുൽഅ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫിറാഖു സൗജത്തി ലിസൗജിഹാ ബിഫിദാഇ യഖുദുഹു അസ്സൗജു മിൻഹാ. ഭർത്താവ് നൽകിയത് മഹർ ഉൾപ്പെടെയുള്ള മുഴുവനും തിരിച്ചു കൊടുത്തുകൊണ്ട് ഭർത്താവിൽ നിന്ന് ഒഴിഞ്ഞു പോവുക എന്നതാണ് ഖുൽഅ് എന്നാൽ അർത്ഥം. വലാ യുംകിനു ലിസൗജി അൻ യഊദ ഇലൈഹാ. പക്ഷെ അത്തരക്കാർ മനസ്സിലാക്കേണ്ടത് പിന്നീട് ഒരു തിരിച്ചുപോക്ക് അവർക്ക് സാധ്യമല്ല എന്നതാണ്. ത്വലാഖ് പോലെ പിന്നീട് ഒരു തിരിച്ചെടുക്കൽ അതിൽ സാധ്യമല്ല. മറ്റൊന്ന് ഹുവ നഖ്സു ഇഖ്ദി സവാജി ലിഖലലി സാഹിബി നുശൂഇഹി. വിവാഹബന്ധം ദുർബലപ്പെടുത്തുക എന്നതാണ്. വൽ ഫസ്ഖു ഫുർഖത്തുൻ ബായിന.
വ്യക്തമായ വേർപിരിയിൽ, വലാ റുജഅത ഫീഹ, മടങ്ങാൻ കഴിയില്ല. വലാ യൻഖുസു ബിഅദദി ത്വലാഖി, ത്വലാഖ് ചൊല്ലിയോ ഇല്ലയോ എന്നത് അത് എത്ര എണ്ണമാണ് എന്നതും അവിടെ പ്രശ്നമില്ല. വകുല്ലു ഫിർഖത്തിൻ ബിഹുക്മിൽ ഖലാഇ തുഅതബറു ഫസ്ഖാ, ഒരു ഭരണാധികാരിയുടെ, ഒരു മധ്യസ്ഥന്റെ, ഒരു നാട്ടുപ്രമാണിയുടെ നേതൃത്വത്തിൽ നടത്തിയ എല്ലാ വേർപിരിയലുകളും ഭാര്യമാരുടെ ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ അതിൻ്റെ വിധി ഇങ്ങനെ തന്നെയാണെന്ന പ്രിയപ്പെട്ടവരെ. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത്, ഇങ്ങനെ ഒരു ആവശ്യം നിങ്ങൾ മാതാപിതാക്കളുടെ മുമ്പിൽ മക്കൾ വെച്ചാൽ, ഇങ്ങനെ ഒരു ആവശ്യം പള്ളി കമ്മിറ്റിയുടെ മുമ്പിൽ മാതാപിതാക്കൾ വെച്ചാൽ, ഇങ്ങനെ ഒരു ആവശ്യം നാട്ടുപ്രമാണിമാരുടെ മുമ്പിൽ പള്ളി കമ്മിറ്റി വെച്ചാൽ, ഇതിനൊരു ഹുക്കം പറഞ്ഞു തരണം, ഫത്വ പറഞ്ഞു തരണം പറഞ്ഞ ഉസ്താദന്മാരെടുത്ത്, ഖത്തീബുമാരെടുത്ത്, ഇമാമുമാരെടുത്ത്, പണ്ഡിതന്മാരെടുത്ത് വന്നാൽ നമ്മളുടെ ബാധ്യത എന്താ? നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, ഞോളെന്തെങ്കിലും ആവോ നോക്കല അല്ല. ശക്തമായ തെളിവുകൾ നിരത്തി തങ്ങളുടെ വാദങ്ങൾ സ്ഥാപിക്കാൻ, ന്യായീകരിക്കാൻ ആരാണോ ആവശ്യപ്പെടുന്നത് അവർക്ക് സാധിക്കണം. അതിന് തെളിവും കാര്യവും കാരണങ്ങളും ന്യായീകരണങ്ങളും ചോദിക്കണം. അത് ഇന്നത് ചെയ്യാന്നല്ല, എന്താ കാരണം, ഒത്തുപോകില്ല, എന്തുകൊണ്ട് ഒത്തുപോകില്ല, അതൊക്കെ കൂടെ ഇപ്പൊ എങ്ങനെ പറഞ്ഞേ പറ്റൂ എന്ന് പറയാൻ ഈ മാതാപിതാക്കൾ ഒറ്റയടിക്കത് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇതുള്ളൂ. ഒരു ഭരണാധികാരിയുടെ, ന്യായാധിപന്റെ, മധ്യസ്ഥന്റെ, നേതാവിന്റെ, പൗരപ്രമാണിയുടെ മുമ്പിൽ തങ്ങളുടെ വാദം സ്വീകാര്യമാകാൻ ആവശ്യമായ തെളിവുകൾ അവർ ഹാജരാക്കേണ്ടതുണ്ട്. അതിവിടെ നടക്കണില്ല എന്നുള്ളതൊരു വാസ്തവല്ലേ? ഇത് ചോദിക്കണം പറയണില്ല എന്നുള്ളതൊരു വാസ്തവല്ലേ? ഈ മക്കൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കുന്നിടത്ത് നമുക്ക് അബദ്ധം സംഭവിച്ചുവോ, വീഴ്ച സംഭവിച്ചുവോ? നമ്മുടെ മക്കൾ ഏതു ലോകത്താണുള്ളത്? ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ആധിക്യം കൊണ്ട് മതത്തെയും ധർമ്മചിന്തകളെയും സാംസ്കാരിക പ്രവണതകളെയും ഇടിച്ചു താഴ്ത്തുന്ന, അവഗണിക്കുന്ന ഒരു തരത്തിലേക്ക് യൗവനം, നമ്മുടെ യുവത വഴിമാറിപ്പോകുന്നുവോ എന്നത് പ്രിയപ്പെട്ടവർ ആലോചിക്കണം. യാ അയ്യുഹല്ലദീന ആമനു, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില ഖുർആനിക വചനങ്ങൾ. ഈ വിശ്വാസി സമൂഹമേ, ഔഫു ബിൽ ഉഖൂദ്, നിങ്ങൾ ഏർപ്പെടുന്ന കരാറുകൾ നിങ്ങൾ പൂർണ്ണമായി പാലിക്കാൻ ശ്രമിക്കണം, പാലിക്കണം. അതിനെതിരല്ലേ ഇത്? 2, വഔഫു ബിഅഹദില്ലാഹി ഇദാ അഹദതും, നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ അത് നിങ്ങൾ പൂർണ്ണമായും പാലിക്കണം. 3, വഅഖദ്ന മിൻകും മീസാഖൻ ഗലീളാ, പാലിക്കപ്പെടേണ്ട കരാറുകളിൽ ഏറ്റവും ശക്തമായ കരാർ വിവാഹബന്ധമാകുന്നു. 4, വല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി, കരാറിൽ ഏർപ്പെട്ടതിനു ശേഷം അതിൽ ലംഘനം വരുത്തുകയും വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസല, അല്ലാഹു ചേർത്തു വെക്കാൻ പറഞ്ഞതിനെ നിസ്സാരമായി മുറിച്ചു കളയുകയും വയുഫ്സിദൂന ഫിൽ അർള്, ഭൂമിയിൽ ചുറ്റുപാടുകളിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നവരാരായാലും. സുബ്ഹാനല്ലാഹ്, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ആദ്യത്തെ 2 എണ്ണം. വല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി, അല്ലാഹുവിനെ മുൻനിർത്തി, പള്ളി കമ്മിറ്റിയെ മുൻനിർത്തി, പള്ളിയുടെ രജിസ്റ്ററുകൾ ഉപയോഗപ്പെടുത്തി 2-3 പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ 10-500 ജനങ്ങളുടെ മുമ്പിൽ വെച്ച് നടത്തുന്ന കരാറ് വല്ലദീന യൻഖുദൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖിഹി, അത് പിന്നെ നിസ്സാരമായി മുറിച്ചു കളയുന്നവർ ആരാണെങ്കിലും വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസല,
ചേർത്തു നിർത്തണം, ഒട്ടിപ്പിടിക്കണം, കൂട്ടിച്ചേർക്കണം, കൂട്ടിപ്പിടിക്കണം, വിട്ടുപോകരുത്, മുറിച്ചു കളയരുത് എന്നൊക്കെ അള്ളാഹു നിർദ്ദേശിച്ച കൽപ്പിച്ച ബന്ധങ്ങളെ മുറിച്ചു കളയുകയും വയുഫ്സിദൂന ഫിൽ അർള്, ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നവരാരായാലും ഉലൈക ലഹുമുൽ ലഅന, അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്, അവർക്ക് മലായികത്തിന്റെ ശാപമുണ്ട്, അവർക്ക് ദൈവദൂതരുടെ ശാപമുണ്ട്, അവർക്ക് മുഴുവൻ മനുഷ്യരുടെയും വിശ്വാസികളുടെയും ശാപമുണ്ട്. വലഹും സൂഉദ്ദാർ, അവരുടെ പരലോകം ഏറ്റവും ചീത്തയായതായിരിക്കുകയും ചെയ്യും. അപ്പൊ പ്രിയപ്പെട്ടവരെ, ദീനാണ് പരിഹാരം, പരലോക ഭയമാണ് പരിഹാരം, കുടുംബത്തിന്റെ അന്തസ്സിന് വില കൊടുക്കുന്നതാണ് പരിഹാരം, മാതാപിതാക്കൾക്കുണ്ടാകുന്ന അപമാനം ഓർക്കലാണ് പരിഹാരം. സ്വന്തം മരണവും മരണാനന്തര ജീവിതവും വെച്ച് വേണം പരിശോധിക്കാൻ. പ്രശ്നങ്ങളുണ്ടാവാം, പ്രയാസങ്ങളുണ്ടാവാം, തിരിച്ചടികളുണ്ടാവാം, പരിഗണനക്ക് കുറവുകളുണ്ടാവാം, അതെല്ലാം മാനുഷികമാണ്. ഇതൊന്നും വിവാഹമോചനത്തിലേക്ക് എത്താൻ, ഇതൊന്നും വിവാഹമോചനം ആവശ്യപ്പെടാനുള്ള കാരണങ്ങളായി ഇസ്ലാം, വിശുദ്ധ ഖുർആൻ, തിരുസുന്നത്ത്, അതിന്റെ വ്യാഖ്യാനം നിർവഹിച്ച മുൻഗാമികളായ പണ്ഡിത സമൂഹം, ഇവരാരും ഇതൊന്നും കാരണമായി കണ്ടിട്ടില്ല എന്ന് പുതിയ തലമുറയും നമ്മളാകുന്ന മാതാപിതാക്കളും നമ്മളാകുന്ന ഉത്തരവാദിത്തപ്പെട്ടവരും മനസ്സിലാക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ വഹസുന ഉലൈക റഫീഖ. അമ്മാ ബഅദ അയ്യുഹൽ ഇഖ്വാൻ തഖുല്ലാഹ വകൂനു ഇബാദല്ലാഹ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാവാൻ അള്ളാഹുവിൻ്റെ കിതാബിനെയും അതിലെ നിയമനിർദ്ദേശങ്ങളെയും വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെയും ഉപദേശ നിർദ്ദേശങ്ങളെയും ആദരപൂർവ്വം ജീവിതത്തിൽ പാലിക്കാൻ, മുത്തഖികളായി ജീവിക്കാനും മരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന ഒരാൾ മുസ്ലിമായും മുസ്ലിം അല്ലാതെയും മാറുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. പരലോകത്തൊരു വിശ്വാസി ആദ്യമായി കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്ന ഇബാദത്ത് ഏതെന്ന ചോദ്യത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്, ഏറ്റവും ഖൈറായ കർമ്മമേത് എന്ന ചോദ്യത്തിനും ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമേത് എന്ന ചോദ്യത്തിനുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി നമസ്കാരം എന്നാണെന്ന് നമുക്കറിയാം. ഇത്രയൊക്കെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇബാദത്ത് എന്നതിനാൽ തന്നെ ഈ ഇബാദത്തിനെ അതിസൂക്ഷ്മമായി നമ്മൾ പഠിക്കുകയും വിലയിരുത്തുകയും നടപ്പിൽ വരുത്തുകയും വേണം. എവിടെയെങ്കിലും ഒരു വീഴ്ച നമസ്കാരത്തിൽ ഉണ്ടാവുകയും ആ വീഴ്ച കാരണമായി ആ നമസ്കാരം സ്വീകരിക്കപ്പെടാതെ പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് നമ്മുടെ പരലോകത്ത് നഷ്ടകാരണമാകും, സങ്കട കാരണമാകും. അതുകൊണ്ടാണ് മുൻകാല പണ്ഡിതന്മാർ നമസ്കാരത്തിന് ഷർത്തുകളുണ്ട്, ഫറളുകളുണ്ട്, സുന്നത്തുകളുണ്ട്, വാജിബാത്തുകളുണ്ട് എന്നൊക്കെ വിശദമായി പഠിപ്പിച്ചത് നമ്മളെ. 14 ഫറളുകളുണ്ട് എന്ന് പഠിച്ചവരാണ് നമ്മൾ. അതിൽ ഒന്നാമത്തെ ഫറള് നിയ്യത്താണെന്ന് നമുക്കറിയാം. അതിൽ നമുക്ക് തർക്കമൊന്നുമില്ല. ചൊല്ലിപ്പറയണോ വേണ്ടയോ എന്നിടത്ത് മാത്രമാണ് നമുക്ക് വ്യത്യസ്താഭിപ്രായങ്ങൾ ഉള്ളത്. ചൊല്ലിപ്പറയുന്നത് കൊണ്ട് നമസ്കാരം നഷ്ടപ്പെടുകയില്ല. പക്ഷെ ചൊല്ലിപ്പറയാതെ അത് മനസ്സിൽ ഉറപ്പിച്ചു വെക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ രീതി എന്നെല്ലാം നമുക്കറിയാം. തക്ബീറത്തുൽ ഇഹ്റാമാണ് രണ്ടാമത്തെ ഫർള്. അവിടെയാണ് നമ്മുടെ പ്രശ്നവും.
തക്ബീറത്തുൽ ഇഹ്റാം ഇല്ലാത്ത ഒരു നമസ്കാരം ശരിയാവുകയില്ല. അതതിൻ്റെ രൂപത്തിലും ഭാവത്തിലും കൃത്യമായി തന്നെ ആത്മാർത്ഥതയോടെ, അവധാനതയോടെ, ശ്രദ്ധയോടെ, ഏകാഗ്രതയോടുകൂടി നിർവഹിക്കണം. അതുപോലെ അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സംഗതിയാണ്, പലപ്പോഴും ഇവിടെയും മറ്റു പല പള്ളികളിലും ജമാഅത്തിൽ പങ്കെടുക്കാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ ജമാഅത്തിൻ്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്ന ആളുകളുടെയൊക്കെ പ്രവർത്തനങ്ങളിൽ നിന്ന് മനുഷ്യന്മാർ ബോധ്യപ്പെട്ട ഒരു സംഗതി, നമ്മൾ ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുന്നു, ഒരാൾ പുതുതായി കയറി വരുന്നു. അയാൾ കയറി വരുമ്പോൾ ഇമാം റുക്കൂഴിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ ഈ വന്നയാൾ എന്ത് ചെയ്യുന്നു? അല്ലാഹു അക്ബർ തക്ബീർ കിട്ടിയിട്ട് നേരെയാണ്ട് റുക്കൂഴിലേക്ക് പോകുന്നു. അപ്പൊ നമ്മളിപ്പോ ചൊല്ലിയ തക്ബീർ റുക്കൂഴിലേക്കുള്ള തക്ബീറാണോ അതോ തക്ബീറത്തുൽ ഇഹ്റാമിലെ തക്ബീറാണോ? നമ്മള് റുക്കൂഴിലേക്ക് വേറെ തക്ബീർ ചൊല്ലിയിരുന്നുവോ? ഇല്ലല്ലോ. നമ്മൾ ചൊല്ലിയിരുന്നുവോ? നിങ്ങൾ ആലോചിച്ചാൽ മതി. അങ്ങനെയാണോ പോകേണ്ടത്? തക്ബീറത്തുൽ ഇഹ്റാം ഫർളായതാണ്. ഓരോ ചടങ്ങുകളിലേക്കും പോകുമ്പോഴും വരുമ്പോഴുമുള്ള തക്ബീറുകൾ സുന്നത്തായതുമാണ്. അത് നമ്മളുടെ പലയിടത്തും കാണുന്ന ഒരു വീഴ്ചയായി കാണുന്നു. തക്ബീറത്തുൽ ഇഹ്റാം അങ്ങനെ തന്നെ റുക്കൂഴിലേക്കും സുജൂദിലേക്കും കൂടിയുള്ള തക്ബീറാക്കി മാറ്റുന്നത് ശരിയാണോ? അല്ലയോ? അല്ല, ശരിയല്ല. എന്നാൽ അതുകൊണ്ട് നമ്മുടെ നമസ്കാരം ബാത്തിലാകുമോ? ഇല്ലയോ, ബാത്തിലാവുകയില്ല. പക്ഷെ ശരിയായ നമസ്കാരത്തിന്റെ രൂപം അങ്ങനെ ഒരു അവസരം വരുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്ത് ഇമാം റുക്കൂഴിലാണ് അല്ലെങ്കിൽ സുജൂദിലാണ്, നമ്മൾ കയറി വരുന്നു. റുക്കൂഴിൽ നിന്ന് ഇമാം എഴുന്നേൽക്കുന്നത് വരെ അവിടെ ഇങ്ങനെ തുണിയും കുപ്പായം ശരിയാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന പ്രവണതയല്ല, അത് ആശാസ്യവുമല്ല. ഇമാം ഏത് ചടങ്ങിലാണോ, ഫമാ അദ്റക്തും ഫസ്വല്ലു, ഇമാം ഏത് ചടങ്ങിലാണോ നിൽക്കുന്നത് അതേ ചടങ്ങിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കണം. അവിടെ കാത്തു നിൽക്കരുത്. സുജൂദിൽ പോകുന്ന ഇമാം ഇങ്ങോട്ട് കയറി വരട്ടെന്ന് വിചാരിച്ചിട്ട് ആദ്യം കുപ്പായെന്ന് തുണിയെന്ന് കയറ്റിയേക്കും, പിന്നെ കുപ്പായെന്ന് കയറ്റിയേക്കും, പിന്നെ തലമുടിയെന്ന് ശരിയാക്കും. അങ്ങനെ അപ്പുറത്തെ ഒരാൾ വന്ന് നിൽക്കുന്നുണ്ടാവും, അയാൾ നേരെ സുജൂദിലേക്ക് പോയിട്ടുണ്ടാകും അല്ലേ? ഇയാൾ വണ്ടി നിൽക്കുന്നത് പോലെ ഇങ്ങനെ ഇവിടെ നിൽക്കണുണ്ടാകും. രണ്ട് സുജൂദ് കിട്ടുന്നത് ചില്ലറ കാര്യമല്ല പ്രിയപ്പെട്ടവരെ. ഒരു സുജൂദ് അധികം കിട്ടുന്നത് ചില്ലറ കാര്യമല്ല. അപ്പൊ അത് നഷ്ടപ്പെടുത്തലല്ല വേണ്ടത്, അത് നേരെ ആ ചടങ്ങിലേക്ക് പോകണം. ആ ചടങ്ങിലേക്ക് പോകുമ്പോൾ ഈ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ കൈ അഴിച്ച് രണ്ടാമത് തക്ബീർ ചൊല്ലിക്കൊണ്ട് വേണം പോകാൻ. ഇക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. വളരെ ഗൗരവതരമായി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 5-6 ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ നമസ്കാരം എന്നാണ്. 5-6 ചോദ്യങ്ങൾക്കുള്ള മറുപടി നമസ്കാരം, നമസ്കാരം, നമസ്കാരം. അത്രയും ശ്രേഷ്ഠമാണത്, അത്രയും പ്രാധാന്യമുള്ളതാണത്, അത്രയും പുണ്യകരമാണത്. അതുകൊണ്ട് തന്നെ ആഴത്തിൽ അതിൻ്റെ ഓരോ ചടങ്ങുകളും നമ്മൾ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ നിർവഹിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. അതല്ലേ ഖുർആൻ പറഞ്ഞത്, ഹാഫിളൂ അല സ്വലവാത്തി വസ്വലാത്തിൽ വുസ്താ വഖൂമൂ ലില്ലാഹി ഖാനിതീൻ. എല്ലാ നമസ്കാരങ്ങളെക്കുറിച്ചും വളരെ ജാഗ്രത വേണം. വിശിഷ്യ അസ്ർ നമസ്കാരത്തെക്കുറിച്ച് അത് അങ്ങേയറ്റം പുണ്യകരമാണ്. ഏത് നമസ്കാരമായാലും വേണ്ടില്ല, ആ നമസ്കാരത്തിൽ അങ്ങേയറ്റം ശ്രദ്ധയും വിനയവും ജാഗ്രതയും വേണം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ മദ്രസയിൽ പഠിച്ചതാണ്, നമസ്കാരത്തിന്റെ ഫർളുകൾ. ഇത് എണ്ണി പറയുക എന്നത് ഈ 70-75 വയസ്സുള്ള ആൾക്കാരോട് എന്തിനാ എണ്ണി പറയണം ചോദിച്ചാൽ 2 കാര്യമാണുള്ളത്. നമ്മൾ മാത്രമല്ല, നമ്മുടെ മക്കൾ നമ്മുടെ മുമ്പിൽ വളർന്നു വരുന്നു, അവർക്കിത് കിട്ടേണ്ടതുണ്ട്. നമ്മളിൽ പലരുടെയും നോട്ടക്കുറവോ അശ്രദ്ധയോ അലസതയോ ഒക്കെ നമ്മളിൽ തന്നെ ചില വീഴ്ചകൾക്ക് കാരണമാവുന്നുമുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ തരത്തിലുള്ള വീഴ്ചകളിൽ നിന്നും, ധാർമ്മിക സാംസ്കാരിക മേഖലകളിലെ അപജയങ്ങളിൽ നിന്നും അധപ്പതനങ്ങളിൽ നിന്നും അർഹമുർറഹീമീനായ റബ്ബ് നമ്മളെയും നമ്മുടെ മക്കളെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. വിവാഹമെന്ന ഇസ്ലാം പവിത്രമാക്കിയ ആ ആരാധനാപരമായ ജീവിതത്തെ അതിൻ്റെ എല്ലാ ആദരവോടും പവിത്രതയോടും കൂടി തന്നെ കാണുവാൻ
നമുക്കും നമ്മുടെ മക്കൾക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സെലിബ്രിറ്റികളല്ല നമ്മുടെ റോൾ മോഡലുകൾ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും അതിന്റെ വ്യാഖ്യാനമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളുമാണെന്ന തിരിച്ചറിവിലേക്ക് ആ സുന്നത്തുകളെയും വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനകളെയും ആദരപൂർവം സംതൃപ്തിയോടെ സന്തോഷത്തോടു കൂടി ജീവിതത്തിൽ പാലിക്കുന്നത് അഭിമാനമായി കാണുന്നൊരു മാനസികാവസ്ഥ അർഹമുർ-റഹീമായ റബ്ബേ ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്കും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഇസ്ലാമിന്റെ അറിയപ്പെടുന്ന ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞ എല്ലാ നിയമങ്ങളെയും സമ്പൂർണ്ണ വിധേയത്വത്തോടു കൂടി ജീവിതത്തിൽ പാലിക്കാനുള്ള തൗഫീഖ് നൽകണമേ റഹ്മാനെ. വീഴ്ചകളിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണമേ റഹ്മാനെ. ഞങ്ങളുടെ മക്കൾക്ക് നേർവഴി കാണിക്കണമേ റഹ്മാനെ. നേർവഴി തോന്നിപ്പിക്കണമേ റഹ്മാനെ. ആ നേർവഴിയിൽ ഉറച്ചു നിൽക്കാനുള്ള സന്മനസ്സും ഈമാനും തഖ്വയും മക്കൾക്ക് നൽകണമേ റഹ്മാനെ. മക്കളുടെ ഇത്തരം അബദ്ധങ്ങളെ ഇസ്ലാമികമായ ശ്രമയോടെ സന്തുബേന് വിനയത്തോടെ സ്വാത്സല്യത്തോടെ തിരുത്തി കൊടുക്കുവാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ റഹ്മാനെ. ഈ സമുദായത്തിന്റെ നേതൃത്വത്തെയും പണ്ഡിതന്മാരുടെയും സമുദായത്തിന്റെ വരുംകാല തലമുറക്ക് മാതൃകയാകുവാനുള്ള രൂപത്തിൽ ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുവാനുള്ള ഒരു സാഹചര്യം നിലനിർത്തി തരണമേ റഹ്മാനെ. ഞങ്ങളുടെ ചെറുതും വലുതുമായ രോഗങ്ങൾ ശിഫയാക്കണമേ റഹ്മാനെ. പ്രയാസങ്ങൾ ദൂരീകരിക്കണമേ റഹ്മാനെ. കഷ്ടപ്പാടുകൾ ഇല്ലാതാക്കണമേ റഹ്മാനെ. ദീർഘകാലം മുസ്ലിമീങ്ങളായി ജീവിക്കാൻ ആരോഗ്യത്തോടെ ഹിദായത്തോടെ ഈമാനോടെ തഖ്വയോടെ അമല സ്വാലിഹാത്തുകളിൽ മുഴുകി ജീവിക്കാൻ ഈമാനോടെ തഖ്വയോടെ തൗബയോടെ കലിമ ചൊല്ലി ദുനിയാവിനോട് വിട പറയാൻ അല്ലാഹുവേ തൗഫീഖ് ഇളകണമേ റഹ്മാനെ. സുന്നത്തുകളെ പിടിച്ച് നിർത്തി നന്മകളെ ജീവിതത്തിൽ പാലിച്ച് ബിദഅത്തുകളിൽ നിന്ന് അകന്നു നിന്ന് സുന്നത്തുകളുടെ പ്രചാരകരായി ജീവിക്കാൻ തൗഫീഖ് നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികളായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകണമേ റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും ഒരുമിപ്പിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാലിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്റിനാ വ അജ്രി വാലിദീനാ واغننا من النار. اللهم اعز الاسلام والمسلمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. وصلى الله وسلم على محمد.